എന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാവരുടെ കൂടെയും വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷം വർക്ക് ചെയ്യാന്നുള്ളത്. ഫ്രണ്ട് കഥയല്ല, അപ്പൊ മോഷണമായി മാറിയില്ല. എന്തിനാ വെറുതെ വേണ്ട കോപ്പറേറ്റ് ഇഷ്യൂ വേണ്ട. അതല്ല, ഇപ്പൊ ഈ സിനിമയുടെ കഥ ഇപ്പൊ എന്നോട് പറയാന്ന് വിചാരിച്ചു. നിങ്ങളോട് ഇപ്പൊ കഥ പറഞ്ഞു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണല്ലോ ഷറഫിക്ക് ഈ സിനിമയുടെ കഥ അങ്ങനെ ഒറ്റ വരിയിൽ പറയാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും. കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പിൽ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത. 10 വർഷം നീണ്ടു നിന്ന ആ പ്രണയം ഫൈനലി അത് കാത്തിരിപ്പിന് ശേഷം ആ പ്രണയം അങ്ങ് രണ്ട് ജോർജിനെയും പറ്റിച്ചു. മലയാളത്തിൽ പലതരം ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു വെറൈറ്റി ഡിറ്റക്റ്റീവ് സ്റ്റോറിയിലേക്ക് പോകുന്നത്. ദി പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ലീഡ് ആക്ടേഴ്സ് ഷറഫുദ്ദീൻ, അനുഭവ് പരമേശ്വരൻ, വെൽക്കം ടു റേഡിയോ മാംഗോ. അപ്പൊ എന്താണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്? ദി പെറ്റ് ഡിറ്റക്റ്റീവ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ഫൺ എന്റർടൈനർ. കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പിൽ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം ആ പടം ഒരു നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ ചിരിക്കാനുണ്ട്, എന്നാൽ കുറച്ച് ത്രില്ലിങ്, കുറച്ച് ആക്ഷൻ ഒക്കെ കൂടെ ഉള്ള ഒരു സിനിമ എന്നൊക്കെ പറയില്ല. നമ്മളിപ്പോൾ ഒരു പ്രത്യേക ജോണർ സിനിമകളോ ഒന്നുമല്ല, എല്ലായിടത്തും കയറി ഇറങ്ങി പോകുന്ന ഒരു സിനിമ. ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു പടം. ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള. അപ്പൊ എന്താണ് നമ്മുടെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ ബിഫോർ ദാറ്റ് സിനിമയെ കുറിച്ച് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയുണ്ട്, CID മൂസ. സോ അത് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണും. ഞാൻ കൊച്ചായിരുന്നപ്പോഴും കാണും, വലുതായപ്പോഴും കാണും. സോ എൻ്റെ അടുത്ത് ഈ കഥ വന്ന് പറഞ്ഞ സമയത്ത് പ്രണീഷ് ചേട്ടൻ, ഞങ്ങൾ ഡയറക്ടർ വന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതേപോലത്തെ ഒരു സ്റ്റോറിയാണ്. പക്ഷെ സ്റ്റോറിയെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ആൻഡ് ആനിമൽസ് അതേപോലെ തന്നെ പെറ്റുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവുന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ്. ഇത് ഒരുപാട് തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതേപോലത്തെ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അതെ, മലയാളത്തിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു തമാശയൊക്കെയുള്ള ഒരു പടം ചെയ്യുന്നത് ആഫ്റ്റർ പ്രേമം. ജനറലി എന്നെ കാണുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള എന്തൊക്കെയോ ദുരന്തങ്ങൾ. പിന്നീടുള്ള എന്റെ ഒരു ചോദ്യമായിരുന്നു അത്. കാരണം ഈയിടയ്ക്ക് വന്ന ജാനകിയിലായാലും ഡ്രാഗണിലായാലും കോമഡി പടമാണെങ്കിൽ പോലും ക്യാരക്ടർ, അനുപമയുടെ ക്യാരക്ടർ കുറച്ചുകൂടി സീരിയസ് ആണ്. അപ്പം കോമഡി അത് കാരണമാണ് ഇൻട്രസ്റ്റഡ് ആയിട്ട്. എന്റെ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആണ്, പക്ഷെ എന്റെ ക്യാരക്ടർ കൊണ്ട് പല ആൾക്കാരും എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ സീരിയസ് ആണ്. പക്ഷെ ചുറ്റുള്ള നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് ഇതെല്ലാം മൊത്തത്തിൽ സാഹചര്യങ്ങൾ വെച്ചിട്ട് അതെ തമാശയായി നിൽക്കും. അതായത് മറ്റൊരാളുടെ ട്രാജഡി ആണല്ലോ നമുക്ക് കോമഡി. അതെ. പിന്നെ അനുഭവം പറഞ്ഞ തന്നെയാണ് എന്റെ ആക്ടർ എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള എല്ലാത്തിലുമുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ടോണി ജോസ് അലൂല. ടോണി ജോസ് അലൂല എന്താണ് അലൂല? അത് പ്രനീഷിട്ട പേരാണ്, ടോണി ജോസ് അലൂല. അലൂല സം എന്താ പറയാ, അല്ല അതല്ല. ആക്ച്വലി അവന്മാരെന്തോ അതിന് കാരണം പറഞ്ഞെന്തോ പഴയ ഏതോ അറേബ്യൻ ഏതോ ഇതാണ്, അങ്ങനത്തെ ഏതോ പ്ലേസിന്റെ പേരാണ് അലൂല. ഞാൻ ഗൂഗിൾ ചെയ്തെടുത്ത. ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊരു ഫ്രണ്ടിന്റെ കഥയിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാന്ന്. ഫ്രണ്ട് കഥയല്ല, അപ്പൊ മോഷണമായി മാറിയില്ല. എന്തിനാ വെറുതെ? വേണ്ട കോപ്പറേറ്റ് ഇഷ്യൂ വേണ്ട. അതല്ല, ഞങ്ങളുടെ ഫ്രണ്ടിന് സംഭവിച്ച ഒരു ഇഷ്യൂയിൽ നിന്നും നമ്മളത് ചിന്തിച്ച് ഒരു കഥയിലേക്ക് എത്തിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പു എന്ന് പറഞ്ഞത്. അപ്പുവിന് ഒരു പെറ്റ് ഉണ്ട്, ചൂയി എന്ന് പറഞ്ഞിട്ട്, ഷിറ്റ്സു ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവിഡ് ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൂടുന്നു. അപ്പൊ അവിടെ വൈകുന്നേരം ആകുമ്പോൾ ചൂയി വരും. കോവിഡ് ആണ്, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. നമ്മൾ പല വഴിക്കൊക്കെ ആയിട്ട് പോക്കറ്റ് റോഡിൽ കൂടെ ഒക്കെ കയറി വന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ചൂയി ഞങ്ങൾ എല്ലാവരും അകത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടി, ഡോർ അടയ്ക്കാൻ മറന്ന് ചൂയി പോയി. എല്ലാവരും അന്വേഷിച്ചിറങ്ങി അവിടെ ഇവിടെയൊക്കെ നോക്കി. അന്നത്തെ ദിവസം കണ്ടില്ല, ഭയങ്കര ഇതായി. പിന്നെ പിറ്റേ ദിവസം എല്ലാവരും സ്റ്റോറി ഇട്ട്, ഞാൻ നസറിയ സൗബിനൊക്കെ സ്റ്റോറി ഇട്ട്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ചൂയിനെ കിട്ടി. ചൂയി ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. ഈ കഥ ഞാനും പ്രനീഷും കൂടി വെറുതെ ഇരുന്ന് ആലുവയിലെ ഫ്ലാറ്റിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, എടാ നമുക്ക് എന്നാ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈസ് വെഞ്ചുറ മോഡലിലുള്ള ഒരു പരിപാടി നമുക്ക് പിടിച്ച് നോക്കാലോ, എന്നാ ഇവിടുത്തെ ഒരു ഐറ്റം ഒക്കെ വെച്ചിട്ടൊന്നും. അങ്ങനെ ഞങ്ങൾ ഒരു സ്ക്രാച്ചിങ് തുടങ്ങിയ പരിപാടിയായിരുന്നു. ഏസ് വെഞ്ചുറ പറഞ്ഞ സ്ഥിതിക്ക് ഏസ് വെഞ്ചുറ പെറ്റ് ഡിറ്റക്റ്റീവ് സെർച്ച് ചെയ്താൽ തന്നെ ആദ്യം വരുന്ന ഏസ് വെഞ്ചുറ ഫ്രാഞ്ചൈസി പടമാണ്. അപ്പം അതിൽ നിന്ന് ഇൻസ്പയർഡ് ആസ് ഇൻ ഒരു നമ്മൾ കണ്ട ഒരു കുട്ടിക്കാലത്ത് കണ്ട ഒരു സാധനം വെച്ചിട്ടാണോ ഇതും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്? ഇല്ല, ഞാൻ ഏസ് വെഞ്ചുറ പോലത്തെ ഒരു നെറേറ്റീവ് അല്ല. അല്ലെങ്കിൽ ഓക്കെ പ്രൊഫഷൻ വൈസ് ഓക്കെ, നമ്മൾ പോലീസ് കഥകൾ എന്ന് പറയുന്ന അതുപോലെ തന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് ഒരു പ്രൊഫഷൻ, ഇതൊരു പെറ്റ് ഡിറ്റക്റ്റീവ് ഒരു പ്രൊഫഷൻ. അങ്ങനെ അതിന്റെ ആ ഡിഫറൻസ് ഉണ്ട്. അയാൾ പെടുന്ന സ്ഥലവും ഇയാൾ പെടുന്ന സ്ഥലമൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ജിം ക്യാരി ഫാനാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പേര് അതുപോലെ തന്നെ പ്ലേസ് ചെയ്തതുകൊണ്ട് ഒരിക്കലും അതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവാത്ത രീതിയിൽ തന്നെ സ്റ്റോറി നിൽക്കണം എന്ന് തോന്നിയായിരുന്നു. അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്തു. ഈ യൂട്യൂബിൽ ഒരു കമന്റ് ഉണ്ട് കേട്ടോ,
ഷറഫു ജിം കാരി ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ കണ്ട ഈ നമ്മൾ ആദ്യമൊക്കെ ഇത്രയും ഇന്റർനാഷണൽ സിനിമയിലെ ഭയങ്കര സീരിയസ് സിനിമകളിലൊക്കെ ഒന്നും നമുക്ക് ഇതില്ലല്ലോ. അപ്പൊ നമ്മൾ കാണുന്ന പടം എന്ന് വെച്ചാൽ വാൻഡമി, ജെറ്റ്ലി, ജാക്കി ചാൻ, ഈ ജിം കാരി എന്നൊക്കെ പറയുന്ന സ്റ്റാർ മൂവീസിൽ വരുന്ന ആ പടങ്ങളുടെ ആ ലിസ്റ്റിലുള്ളതാണ്. അതിൽ ഈ മാസ്ക്, ഡംബ് ആൻഡ് ഡംബർ, ക്രിസ്റ്റക്കർ റഷ് അവറിലെ കൂടെ ഉള്ള ആള്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പടങ്ങളുടെ കൂട്ടത്തിൽ അന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പുള്ളിയുടെ കലക്കം വേറെ പടങ്ങളുണ്ട്. ജിം കാരി ഫാനാണല്ലേ? ജിം കാരി ഫാനാണല്ലേ? ആ, കലക്കം ഫാനാണ്. അപ്പൊ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഏകദേശം 10 വർഷത്തിന് ശേഷം ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗിരിരാജൻ കോഴി മീറ്റ്സ് മേരി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു കൂട്ടിയിട്ട് വീണ്ടും തിരിച്ചിട്ട് അത് ഭയങ്കര ആഘോഷം. എനിക്ക് ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. സി ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അടുത്ത് ഈ സിനിമ വന്ന സമയത്ത് എന്നെ ഏറ്റവും ഇപ്പൊ ചില സിനിമകൾ നമ്മുടെ കഥാപാത്രം ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടൊക്കെ നമ്മൾ സിനിമ ചൂസ് ചെയ്യും. ചിലത് ഭയങ്കര രസമുള്ള കഥയായതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാordinary കഥയായതുകൊണ്ട്. ഇപ്പൊ ഈ സിനിമയുടെ കഥ ഇപ്പൊ എന്നോട് പറയാന്ന് വിചാരിച്ചു. നിങ്ങളോട് ഇപ്പൊ കഥ പറഞ്ഞു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണല്ലോ ഷറഫിക്ക് ഈ സിനിമയുടെ കഥ അങ്ങനെ ഒറ്റ വരിയിൽ പറയാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും. സോ ബേസിക്കലി എന്റെ ടീം നോക്കുമ്പോ ഷറഫിക്ക, പിന്നെ സിനിമയിലുള്ള കുറെ ആൾക്കാർ, ഇപ്പൊ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള മറ്റേ ആനന്ദ് സി ചന്ദ്രൻ, DOP, പിന്നെ രാജേഷ് ഏട്ടൻ, പ്രേമം ടീമിലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സോ ഫോർ മീ എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാവരുടെ കൂടെയും വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷം വർക്ക് ചെയ്യാന്നുള്ളതാണ്. റീയൂണിയൻ പോലെ. അപ്പൊ ഗിരിരാജൻ കോഴി മാത്രമല്ല, അതിന് ബാക്കിൽ ബിഹൈൻഡ് ക്യാമറയുള്ള ഒത്തിരി പേര് ഇതിൽ അസോസിയേറ്റഡ് ആണ്. സോ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാന്നുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. ലൈക്ക് സ്റ്റോറി കേട്ടു ഞാൻ ഓക്കെ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ രസം. നമ്മളത്തേക്ക് ഇതൊക്കെ എങ്ങനെ ഇവർ എടുക്കും എന്ന് തോന്നിയിരുന്നെങ്കിൽ പോലും എന്തെങ്കിലും ആവട്ടെ ഇവരൊക്കെ കൂടെ വീണ്ടും ഒരു സിനിമ ചെയ്യാലോ എന്നുള്ള ഒരു ഫീലാണ് വന്നത്. ഞാനും കണ്ടായിരുന്നു കുറെ ഗിരിരാജൻ കോഴിയുടെയും ഈ പാട്ടിന്റെ അടിയിൽ കോമന്റ്സ് മൊത്തം ഇതാ. അത് തന്നെ, അത് 10 വർഷം നീണ്ടു നിന്ന ആ പ്രണയം ഫൈനലി അത് കാത്തിരിപ്പിന് ശേഷം ആ പ്രണയം അങ്ങ് 2 ജോർജിനെയും പറ്റിച്ചു. പിന്നെ അത് മാത്രല്ല, അന്ന് കുറെ കോയിൻസിഡന്റലി പറയുകയാണെങ്കിൽ അന്ന് ഗിരിരാജൻ കോരി ഒരു പേര് വരുന്നത് തന്നെ ഒരു ആനിമൽ പേര് കുതിരപുരത്ത് വരുന്നു. എന്നിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം ഒരു പട ആനിമൽസ് ഒക്കെ ആയിട്ട് വന്നിട്ടാണ് വീഴ്ത്തുന്നത്. അന്നേ എനിക്ക് ഈ മൃഗങ്ങളുമായിട്ട് ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. അന്തർധാര സജീവമായിരുന്നു. അപ്പൊ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഇത്രയും ആനിമൽസിനൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു രസകരമായ എന്തെങ്കിലും ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് ഞാനിതിലെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് അഭിനയിക്കുന്നുണ്ട്, ചെറുതായിട്ട് പ്രൊഡ്യൂസറും ഉള്ളു. അപ്പൊ ഈ അനിമല് കളയുന്ന സമയമല്ലേ, അല്ലെങ്കിൽ ഈ പെറ്റ് വന്നിട്ട് അത് കാരണം കൊണ്ട് കുറച്ച് സമയം പോകുന്നുണ്ട്. അതിന് മൂഡ് ഒരുപാട് പെറ്റ്സിന്റെ മൂഡ് നോക്കിയാണ് നമ്മള് കുറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. വെച്ചാൽ അങ്ങനെ കുറെ പെറ്റ്സിന്റെ അല്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മെയിൻ ഷിജു, അതിന്റെ മൂഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അത് കുഴപ്പമില്ല, ഡീസന്റ് ആണ്. പിന്നെ ഹസ്കി അങ്ങനെയൊക്കെ ഉള്ള സോങ് ഷൂട്ടിനൊക്കെ പലതും വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഒത്തിരി ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യണം, അതേപോലെ തന്നെ ഈ പറഞ്ഞ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യണം. ശരിക്കും കുട്ടികളെയും അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയും ഭയങ്കര കുട്ടി ഇന്ന് എനിക്ക് അഭിനയിക്കാൻ മൂടില്ല ഒരു കുഞ്ഞാവ ഉണ്ടാവും. അത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ എല്ലാം കൂടി ആയിട്ട് ഫസ്റ്റ് പ്രൊഡക്ഷൻ ചെറിയ സൂപ്പർ സ്റ്റാർ ഒക്കെ മാറി നിന്നു. ഇവരാ സൂപ്പർ സ്റ്റാർ സീസൺ. സ്വന്തം പടമായി പോയി ഇറങ്ങുന്ന ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ മൂവിയാണല്ലോ. അതിന്റേതായിട്ടുള്ള ഒരു ടെൻഷനും പറഞ്ഞു. ടെൻഷനുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു കോൺഫിഡൻസ് കിട്ടിയത്? ഇങ്ങനെ ഒരു ഞങ്ങള് കോവിഡ് ടൈമിൽ ഭയങ്കര ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാറുന്ന സിനിമ, ഭയങ്കര ചെറുത്. പക്ഷെ അപ്പോഴേ അനുപമയുടെ അടുത്താണ് സംസാരിച്ചത്. 2020-ലാണ് ഞങ്ങളിത് ശരിക്കും ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങളതൊരു ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കാരണം കോവിഡ് ടൈമാണ്. പിന്നെ അത് പതുക്കെ മാറി പല സമയത്തേക്കായി. അപ്പോഴും ചെറിയ ബഡ്ജറ്റുകളായിരുന്നു. കോ പ്രൊഡക്ഷൻ ഉണ്ട്. ഞങ്ങളിത് സിനിമ ഓണായി 23-ലും മറ്റോ ഓണായി. എന്നിട്ട് അത് അനൗൺസ് ചെയ്യുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരുടെ അടുത്തും പറഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് എൻ്റെ കോ പ്രൊഡ്യൂസർ ബാക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ അത്രയും കാലമായിട്ട് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് പോയിപ്പോ മറ്റേ ഇതില്ലേ മക്കളെ, അല്ലല്ല അങ്ങനെയല്ല, മറ്റേ സാധനമായിരുന്നു. മറ്റേ
അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കില്ല, നമ്മൾ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങില്ല. പക്ഷെ എന്നെ ഒരു ഫ്രണ്ട് എന്നെ സഹായിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് അതൊക്കെ ഒരു ഇതാണ്, പുള്ളിനെ പെട്ടെന്ന് വിളിച്ച് പുള്ളിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം അപ്പൊ നമുക്ക് പിടിച്ചു നോക്കിയാലോ എന്ന് പുള്ളി ഓക്കെ നമുക്ക് നോക്കാൻ വെച്ചാൽ എന്നുള്ള സീൻ പിടിച്ചു, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. അതാണ് ഇതിന്റെ ഒരു ടീമിനെയും കുറിച്ച് പറയണം. കാരണം ഈ ടെക്നിക്കൽ ക്രൂ ബിഹൈൻഡ് ദിസ് ടീം അത് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഒരു സംഭവം. സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ, എഡിറ്റിംഗ് അഭിനവ് സുന്ദർ നായക്, റോണക് സേവിയർ വരുന്നു, രാജേഷ് മുരുകേശൻ വരുന്നു. അത്രയും ടീമിനെ കിട്ടുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ലേ? ഇത് പ്രണീഷാണ് ഇതിന്റെ കഥ എഴുതിയത്. പ്രണീഷിന് അത് കഥ എഴുതിയതിനു ശേഷം എന്റെ മധുര മനോഹര മോഹത്തിന്റെ കോ റൈറ്റർ ഉണ്ടായിരുന്നു, ജയ് ആണ് ഇതിന് കോ റൈറ്റർ ആയിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ അപ്പോഴേ ആനന്ദ് നമ്മളുടെ പ്ലാനിലുണ്ട്. ആനന്ദ് വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുള്ളൂ പണ്ടേ തീരുമാനിച്ചത്. അങ്ങനെ ആനന്ദ് വന്നു. അപ്പൊ ആനന്ദ് വന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനവുമായിട്ട് സംസാരിച്ചു. അബിക്കും അബിയുടെ ഒരു ജോണറൊക്കെ മാറി ഈ ജോണറിൽ വന്നൊരു പടം വെട്ടി നോക്കാന്നുള്ള അബിക്കും എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ രാജേഷിനോട് പറഞ്ഞു, രാജേഷ് ഓണായിരുന്നു. അങ്ങനെ വിഷ്ണു ഗോവിന്ദ് ഒന്നുമില്ല, നമ്മളൊരു പരിപാടി ചെയ്യില്ല എന്തായാലും. അല്ല അങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ടൂണിയാണ് പ്രേമത്തിന്റെ മറ്റേ ലോഗോ ചെയ്തില്ല, ടൂണിയാണ് ഇതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇപ്പോ ലിറിക്സിൽ ശബരി ഉണ്ട്. കഴിഞ്ഞ ദിവസം തരളിതയാമത്തിന്റെ ലിറിക്സ് ശബരിയാണ്. അതിരിയാണ് കൂടുതൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആർട്ടിസ്റ്റുകളിലും ഉണ്ട്. നമ്മള് കുറെ പേരുണ്ട് ആർട്ടിസ്റ്റുകൾ. അത് നേരത്തെ പറഞ്ഞത് നമ്മൾ തിരിച്ചു വരുമ്പം പ്രേമത്തിന്റെ അതേ സെറ്റിൽ ഫീൽ. ഈ പ്രണീഷ് പോലും ഞങ്ങള് പ്രണീഷ് പ്രേമത്തിന്റെ ആ സിനിമയുടെ അകത്ത് റോളിൽ ഇല്ലെന്നുള്ളൂ, പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന് എല്ലാരും. അതെ 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 അതെ. അപ്പൊ ഇതിന്റെ പ്രോമോ സോങ്ങിനെ കുറിച്ച് പറയാം. ആ പ്രോമോ സോങ് ഡയറക്ട് ചെയ്തതും ആനന്ദ് സി ചന്ദ്രൻ. അപ്പം ആ തരളിത ഭയങ്കര ഹുക്കുള്ള ഒരു പോർഷനാണ്. നിങ്ങളുടെ ഡാൻസ് അടിപൊളി സാധനം. പക്ഷെ അതിന്റെ ഒരു എൻഡിങ് ഉണ്ട്. രാജേഷ് മുരുകേശൻ അല്ല, അതിലേക്ക് പിന്നെ വരണം. രാജേഷിനോട് ഞാനാണ് അങ്ങോട്ട് വിളിച്ചിട്ട്, രാജേഷ് എടാ ഈ പാട്ടിൽ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ലാസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് തല കാണിച്ചിട്ട് പോകളാണ്. അങ്ങനെ അവിടെ പൊരിഞ്ഞ ഡാൻസ് പഠിക്കൽ നടത്തിക്കൊണ്ടിരിക്കുക. രാജേഷ് ഒന്ന് രാജേഷ് ചെന്നൈന്ന് വന്ന് ഇവിടെ ഒന്ന് ഓക്കെ ഇങ്ങനെ അല്ലേ രാജേഷ്. ഞാൻ അപ്പോഴും ഞാൻ രാജേഷ് കഷ്ടപ്പാടാട്ടോ, ഞാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലേ, പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഷോട്ട് വിളിച്ചപ്പോ ഈ ആള് മറ്റേ മൈക്കിൾ ജാക്സനെ പോലെ വർക്കായി. പ്രാക്ടീസ് നോക്കിയിട്ടില്ല, ആളവിടെ വന്നു ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞപ്പോ ആള് വേറെ ലെവലിൽ. അത് കഴിഞ്ഞ ഒരാൾ വരുന്നു, അത് കഴിഞ്ഞ ഒരാള് വരുന്നു. പക്ഷെ ഉണ്ടല്ലോ അളിയൻ ഭയങ്കര പൊളിയായിട്ട് നമ്മുടെ കൂടെ പടത്തിൽ നിന്നാണ്. അയ്യോ രക്ഷ. വിനയ് ഫോർട്ട് പറയാം, പേര് പറയാതെ മുന്നോട്ട് പോകില്ല. കാരണം വിനയ് ഈ പടത്തില് അന്യ സ്പിരിറ്റ്. ഈ പടത്തിന്റെ ഒരു മൂഡ് സെറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഇത് ഞാൻ വിളിച്ച് ചോദിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിന്റെ ലാസ്റ്റ് ഇതുപോലെ വരണം എന്ന് പറയുമ്പോ ഇത് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോ അയാൾ എന്നെ ചീത്ത എടോ താൻ എന്നെ അപമാനിക്കുമല്ലോ എടോ ഷറഫെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലതും ചീത്ത പറയും. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ ഇയാളുടെ അടുത്ത് ഇങ്ങനെ പറയാം. അവസാനം ഞാനിങ്ങനെ വിനയ് നമ്മുടെ പടത്തിന്റെ ലാസ്റ്റില് മച്ചാൻ ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചിട്ട് പാട്ടിന്റെ ലാസ്റ്റ് ഇങ്ങനെ വരണം. എന്നെ വന്ന വൻ വർക്കാണ് വെച്ചനെ, അത് ഒരു രസമുള്ള പരിപാടിയാണ്. എടോ ചെയ്യാടോ, ചെയ്യോ താൻ, ഞാൻ ചെയ്യാടോ. അപ്പൊ തന്നെ പരിപാടി. വിനയ് ചേട്ടൻ, അതായത് ഈ സിനിമയിൽ വിനയ് ചേട്ടൻ എനിക്ക് തോന്നുന്നു എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം. അതാണ്, അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആ പാട്ടിലെ അവസാനത്തെ ഒരു ബിറ്റിൽ ഉണ്ടായിരുന്നല്ലേ, അതേ ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നുണ്ടാവുന്നത്. രജത് മേനോൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടിവിട്ട് പടത്തില് പുള്ളിയുടെ പ്രസൻസ് ഒക്കെ കൂടുതൽ. അപ്പൊ ഈ ഒരു പടത്തിന്റെ ആനിമൽസ് ആണ്, അതും പേര് തന്നെ ഒരു കോയിൻസിഡൻസ് ആണ്. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ചെയ്യുന്ന പല സിനിമകളുടെ പേരും ആനിമൽസ് ആണ് കുറച്ച് നാളായിട്ടുള്ളത്. ഞാൻ അത് ബട്ടർഫ്ലൈയിൽ തുടങ്ങി, പിന്നെ ഈഗിൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ഇത് ഇപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവ് ഫുൾ ആനിമൽസിനെ കുറിച്ചും ബൈസൺ. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട് വേറെ തെലുങ്കില്, അത് അതിന്റെ പേര് പറയാൻ പറ്റില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഏതോ ഒരു വേറൊരു സിനിമയുണ്ട്, ഏതോ ഒരു ആനിമൽ നെയിം ഉള്ള പടം. സോ അതെന്തുകൊണ്ടാന്ന് അറിയില്ല അങ്ങനെ വന്നത്. അത് എന്റെ എക്സ്പീരിയൻസ് പോലെ തന്നെ ഇവർക്കും അത് എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലാസിനേക്കാളും ഉപരി അതല്ല. അല്ല അത് മാത്രല്ല, ഞാൻ പെട്ടെന്ന് അനുഭവം അവിടെ പോയിട്ട് അങ്ങനത്തെ റോ മൂവിയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്.
അവിടെ നിന്നാണ് നമ്മുടെ സെറ്റിലേക്ക് വരുന്നത്. വേറൊരു കൈൻഡ് ഓഫ് സ്പേസ് ആയിരിക്കും. അതിപ്പോ ഒരു അഭിനയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കറിയാം, നമ്മളൊരു വേറെ സ്ഥലത്ത് വേറൊരു ഭയങ്കര സീരിയസ് ഇന്റൻസ് പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് പെട്ടെന്ന് വന്നിട്ട് ഫണി ആവാനൊക്കെ പറഞ്ഞാൽ ലൈറ്റ് ഹാർട്ട് പരിപാടി പിടിക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല വെയിൽ കൊണ്ടിട്ടുണ്ട് അവിടെ, അറിയാലോ അല്ലെ? അയ്യോ പിന്നെ അവിടെ നല്ല വെയിൽ കൊണ്ടിട്ട് വരും. ഇവിടുന്ന് ഞങ്ങള് വിട്ട അനുഭവമേ അല്ല ബൈസം കഴിഞ്ഞ് വന്നത്. വേറെ അത് ഇന്ന് രാവിലെയും കൂടി ഞാൻ സ്റ്റൈലിസ്റ്റുമായിട്ടുള്ള ഡിസ്കഷൻ അതായിരുന്നു. കാരണം ലൈക്ക് എനിക്കിവിടെ ഒരു ലൈൻ ആയിരുന്നു, അതായത് ഭയങ്കര കോൺട്രാസ്റ്റ്. അത് എങ്ങനെ നമ്മള് മേക്കപ്പ് ചെയ്തിപ്പോ ഇവിടെ നമ്മൾ അത് എങ്ങനെ മേക്കപ്പ് ചെയ്താൽ അത് എനിക്കാണെങ്കിൽ ഇതിൽ കണ്ടിന്യൂറ്റി സ്ലീവ്ലെസ്, അവിടെ ഇവിടെ നിന്ന് ഒരു ലൈനോ ഈ കോസ്റ്റ്യൂം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് എന്ത് സെറ്റ് ചെയ്താലും അത് ആവില്ല. കാരണം പല സ്ഥലങ്ങളിലും സ്പോട്ട് പോലെ ടാൻ ആയിരുന്നു. അത് ആ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു. നമ്മള് ഇപ്പം മാരി സാറിനെ പോലത്തെ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആള് ചെയ്യുന്നതിന് ഭയങ്കര 100% ജസ്റ്റിസോടുകൂടി ചെയ്യുന്നതായിരുന്നു. സോ അപ്പോൾ അത്രയും ഇപ്പൊ ഞാനിപ്പോ അവിടെ പോയിട്ട് കുറച്ച് ദിവസം മുന്നേ വെയിൽ കൊണ്ട് അതേ ടോണിലേക്കായി അതേ ബോഡി ലാംഗ്വേജ് ഒക്കെ എന്നെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് മാരി സാർ ഇട്ടുണ്ടെങ്കിൽ അതിൽ ധ്രുവിനെ I think for 2.5 years something he's been playing and practicing കബഡി. അപ്പോൾ അത് ആ സിനിമയിൽ ഇപ്പൊ ധ്രുവിന്റെ കഥാപാത്രം ആണെങ്കിലും ഇപ്പൊ രജിഷ വിജയനുണ്ട് അതില്. അപ്പോൾ എന്റെ കഥാപാത്രം ആണെങ്കിലും രജിഷയുടെ കഥാപാത്രം ആണെങ്കിലും he wanted it to be like 100% authentic. അപ്പൊ ആള് അതിനു വേണ്ട എല്ലാ ട്രെയിനിങ്ങും എല്ലാം ബേസിക് ബ്രിക്ക് മേക്കിംഗ് തൊട്ട് അവിടെ പാടത്ത് പണിയെടുക്കുന്ന തൊട്ട് അത് വെറുതെ നമ്മളൊരു ഷോട്ടിന്റെ സമയത്ത് പോയി എടുക്കല്ലോ. അതിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളെ വിട്ട് മീനെ പിടിക്കുന്നത്, ചേറിൽ നിന്ന് മീനെ പിടിക്കുന്ന പരിപാടി, പിന്നെ കക്ക ക്ലീൻ ചെയ്യുന്നത് തൊട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുമ്പോൾ ആ ഹെഡ് സ്പേസ് വേറെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഒന്നാമത് അത് കബഡി ബേസ്ഡ് ആണ്. ലൈക്ക് വി കോൺസ്റ്റന്റ്ലി സീയിങ് ലൈക്ക് അവിടെ എപ്പോഴും ഭയങ്കര ഇന്റൻസ് മൂഡാണ്. ബിക്കോസ് മാരി സാർ ആണെങ്കിലും ധ്രുവ് ആണെങ്കിലും അവർ രണ്ടുപേരും ഈ കബഡി കളിച്ച് ഇഞ്ചുറി ആവല് പരിപാടി, അവിടുന്ന് വന്നിട്ട് ഇവിടെ ഇതേപോലത്തെ ഫൺ കാര്യങ്ങൾ സോണിലേക്ക് കൊണ്ടുവരുന്നത് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു. അതുണ്ടാവും. പക്ഷെ സോണിലേക്ക് എന്ന് വെച്ചാൽ നമ്മള് ഒന്ന് നമുക്കറിയാം ഇതിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അവിടെ നിന്ന് വരുന്ന ഒരു ആർട്ടിസ്റ്റിന് ഓക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ പതുക്കെ ഇത് എന്താ പറയാ, പക്ഷെ ഈ മറ്റേ അനുപമേനെ നോക്കാൻ വേണ്ടി രണ്ടുപേരെ സെറ്റിൽ നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അത്രയും കംഫർട്ടബിൾ ആയിട്ട് പിടിച്ചോ, കോസ്റ്റ്യൂം എന്തെങ്കിലും ഡാർക്ക് ഉണ്ടെങ്കിൽ അത് പിടിച്ചോളണം, അല്ലെങ്കിൽ വേറെ അടിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം അത് കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബേസിക്കലി നമുക്ക് അനുപമനെ അറിയാം. പക്ഷെ വേറെ സ്ഥലത്തൊരു ഇന്റൻസ് ക്യാരക്ടർ ഇപ്പം എനിക്ക് അറിയാവുന്ന എക്സ്പീരിയൻസ്, ഞാനൊരു സിനിമയിൽ അതുപോലെ ചെയ്തിട്ട് ഒരാഴ്ച സ്റ്റക്കായി. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് എത്രത്തോളം ആ ഒരു മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വരും ആദ്യ ദിവസമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലെ രണ്ടാം ദിവസം ഞങ്ങളുടെ അതായത് ഞാൻ ഭയങ്കര മൂടിയായിരിക്കും. കാരണം എനിക്ക് ഈ വൈബുമായിട്ട് എനിക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് മാച്ച് ചെയ്ത് വരുമ്പോഴേക്കും അങ്ങോട്ട് പോകും. അപ്പൊ ഈ കളിച്ച് ചിരിക്കുന്ന വൈബ് അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റൂല. അപ്പൊ ഞങ്ങള് പതുക്കെ അനുഭവം ഞങ്ങളുടെ ഒരു നിങ്ങൾ എന്ത് ഇൻട്രസ്റ്റ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ അടിപിടിയൊക്കെ ഉണ്ടാവും, അടിപിടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഏസ് വെഞ്ചുറ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര ഒരു കൾട്ട് ക്ലാസിക് ആയി മാറിയ ഒരു പാത്ത് ബ്രേക്കർ ആയിരുന്നു. അതുപോലെ പെറ്റ് ഡിറ്റക്റ്റീവും അടിപൊളിയാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.